ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു മോട്ടിവേഷണൽ ടോക്കുമായിട്ടാണ് വന്നേക്കണേ. സൗന്ദര്യത്തോടുകൂടി, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എൻജോയ് എവറി മൊമെന്റ് ഓഫ് ലൈഫ്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, നമ്മൾ അത് എൻജോയ് ചെയ്യുക. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ വെറുതെ വാശിയും വൈരാഗ്യവും വിഷമങ്ങളും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളിപ്പൊ ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഒരു വർക്കായിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പാഷൻ കണ്ടുപിടിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഫാമിലിനോട് ഹെൽപ്പ് ചെയ്യിക്കുക. അപ്പോൾ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ പാഷനും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സന്തോഷത്തോടുകൂടി ഇരിക്കും. പിന്നെ നമ്മുടെ വലിയ കവികളൊക്കെ പറയണ പോലെ മനസ്സിൽ പ്രണയമുള്ളവർക്ക് അധികം പ്രായമാവില്ല, വേഗം പ്രായമാവില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തിലായിരിക്കും. നമുക്കും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിനോടാണോ എന്നില്ല, നമുക്ക് സംഗീതത്തിനോടോ, നമുക്ക് ഇഷ്ടമുള്ള സംഗീതം, കല, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എഴുത്ത് എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇല്ലെങ്കിൽ മനുഷ്യരോട് തന്നെ ആവാം. പക്ഷെ ആർക്കും ദോഷമില്ലാണ്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പ്രണയം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം നമുക്ക് പ്രണയം ആദ്യം തോന്നി തുടങ്ങേണ്ടത് ആരോടെന്നറിയോ? നമുക്ക് നമ്മളോട് തന്നെ പ്രണയം തോന്നും. എന്നാലേ നമുക്കത് മറ്റുള്ളവരോടും തോന്നുള്ളൂ. നമ്മളോട് പ്രണയം തോന്നുമ്പോഴേ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുള്ളൂ. നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴേക്കും ആയിരിക്കും നമ്മുടെ ഹെൽത്തിനെ പറ്റിയും നമ്മുടെ സൗന്ദര്യത്തിനെ പറ്റിയും എല്ലാം നമ്മൾ അപ്പോഴായിരിക്കും ആലോചിച്ചു തുടങ്ങും. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സന്തോഷമായിട്ട് പോകും. അപ്പം ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായിട്ട് ഇതൊക്കെ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. മനസമാധാനം തന്നെയാണെങ്കിലും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ഇത് ഒരിക്കലും ഉണ്ടാവാമുള്ള. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കത് ഉണ്ടാകണം. അങ്ങനെ ചിന്തിക്കണം. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ഇല്ലെങ്കിലും നമ്മളത് നമുക്ക് ഉള്ളതായിട്ട് കരുതണം. എങ്കിലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണുള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ഓൾറെഡി നമുക്ക് എല്ലാം ഉണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കണം, എല്ലാം ഉണ്ട് നമുക്ക് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവായിട്ട് നമ്മൾ ബാധിക്കില്ല. അപ്പൊ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. അടുത്തത് ലോൺലിനെസ്, ഏകാന്തത. ഒരുപാട് ആൾക്കാരുടെ കംപ്ലൈന്റ് ആണ്, ഞാൻ ഒറ്റക്കായി പോയി, എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ആ ചിന്തയിലിരിക്കുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലോൺലിനെസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാം നമ്മുടെ ഏകാന്തത. നമുക്ക് ഇഷ്ടമുള്ള എന്തോരം കാര്യങ്ങളുണ്ട്. നമുക്ക് മ്യൂസിക് കേൾക്കാം, സിനിമ കാണാം, പർച്ചേസിങ്ങിന് പോകാം, ചെറിയ ചെറിയ ട്രിപ്പ് പോകാം. പിന്നെ വീട്ടിൽ തന്നെ ആണെങ്കിലും ഗാർഡനിങ് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കാണ്ട്. അപ്പം നമുക്ക് അത്രയും ലോൺലിനെസ് വരില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയുവാണേ, ഞാൻ ഒറ്റക്കായി എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് സമയം പോണില്ല, ഞാൻ ഒറ്റക്കായി എന്നുള്ള ഒരു ചിന്ത തോന്നിയ സമയത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങാന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും വേറെ എൻ്റെ ഫ്രീ ടൈം ഒക്കെ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചു. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ അടുത്ത വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യണതൊക്കെ. അപ്പൊ അത്രയും സമയം അതിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്യണേന്. അപ്പൊ എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വിട്ടാൽ നമ്മുടെ ഏകാന്തതയെ നമുക്ക് നന്നായിട്ട്
എൻജോയ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും കഴിയും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ആരോടും ഒരിക്കലും നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യരുത്. പുറത്ത് ആരോടും നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും സമയമില്ല ഒന്നിനും. പിന്നെ നമ്മൾ പറയണത് കേട്ടോണ്ടിരിക്കാനും അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാനൊന്നും വെറുതെ പറയാന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ഷെയർ ചെയ്ത് തീർക്കുക. അല്ലാണ്ട് പുറത്ത് ആരോടും വിഷമങ്ങൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ചില ആൾക്കാർ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. എന്തിനാ അവര് പോയി 2-3 ആൾക്കാരെ കൂടി പറഞ്ഞിട്ട് അവർക്കൊരു സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. നമ്മൾ ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാനും ചിന്തിക്കുക. അല്ലാണ്ട് നമ്മളെപ്പോഴും അധികം ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, സങ്കടങ്ങളായാലും എല്ലാം സ്വന്തമായിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. ഒരാളെ അധികം ഡിപ്പെൻഡ് ചെയ്യരുത്. ആരുടെ അടുത്തും ആവശ്യമില്ലാതെ സങ്കടങ്ങൾ ഷെയർ ചെയ്ത് നടക്കരുത്. സ്വന്തമായിട്ട് തന്നെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ഏറ്റവും നല്ലത്. ഏത് പ്രശ്നത്തിനും സ്വന്തമായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. അതാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അത് തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോ വർക്ക് സ്ട്രെസ്സും വീട്ടിലെ കാര്യങ്ങളും എല്ലാമായിട്ട് ടെൻഷനും സ്ട്രെസ്സും മാത്രമായിട്ട് ജീവിച്ചാൽ പറ്റില്ല. നമ്മൾ അതൊക്കെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. സന്തോഷം ആരും കൊണ്ടെത്തരില്ല, നമുക്ക് നമ്മളായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാം. എനിക്ക് 12 വർഷമായിട്ട് ഈ ബ്യൂട്ടി ഫീൽഡിലുണ്ട് ഞാൻ. അപ്പോൾ ഈ 12 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടത് വെച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറയണത്. എനിക്ക് ചില ക്ലയൻസ് ഉണ്ട്, അവർക്ക് എപ്പോഴും ടെൻഷനിലും സ്ട്രെസ്സിലായിരിക്കും. ഇവരെന്തൊക്കെ ചെയ്താലും ഫേസിൽ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും ആ ഒരു റിസൾട്ട് അവർക്ക് കാണാൻ കഴിയില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഏജിങ് സയൻസ് ഒക്കെ അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്കിന്നിലൊക്കെ റിങ്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ സ്ട്രെസ്. അവരത് തന്നെ എന്തെങ്കിലും ഉള്ളിലൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ ടെൻഷൻ, അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചടിച്ച് ഇങ്ങനെ അത് അവരുടെ സ്കിന്ന് പെട്ടെന്ന് ഒരു ഏജ് ആയി പോവും. പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ പിടിവിടും. അപ്പം നമ്മൾ വിചാരിക്കാണ്ട് ഇതൊന്നും മാറാൻ പറ്റില്ല. സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സസൈസ് ചെയ്യുക, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നടക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഫുഡ്, ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ച് നല്ല ഫുഡ് കഴിക്കുക, വൈറ്റമിൻസ് ഒക്കെ എടുക്കുക. പിന്നെ അത്യാവശ്യം നമ്മുടെ ബ്യൂട്ടി കെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ സന്തോഷമായിട്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുഖത്ത് എത്രയും ചിരി വരുന്നു അത്രയും പ്രായം നമുക്ക് കുറവ് തോന്നിക്കും. അപ്പോൾ നമ്മൾക്കത് ഉള്ള ജീവിതം നമുക്ക് നന്നായിട്ട് സന്തോഷത്തോടെ തന്നെ ജീവിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ തരിക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കീപ്പ് ഓൺ വാച്ചിങ് കാലിഡോറ വ്ളോഗ്സ്. താങ്ക് യു.